എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഹാർദമായ സ്വാഗതം വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു പയ്യന് വിവാഹം കഴിക്കുവാനായി പെൺകുട്ടിയെ കാണുവാനായി പോയപ്പോൾ പെൺകുട്ടി പയ്യനോട് ചോദിച്ച ചോദ്യമാണ്. പയ്യനും പയ്യൻ്റെ വീട്ടുകാരും എല്ലാവരും കൂടി പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയി. പെൺകുട്ടി ചായയും പലഹാരവും ഒക്കെ കൊണ്ടുവന്ന് പയ്യനെയും പയ്യൻ്റെ വീട്ടുകാരെയും സ്വീകരിച്ചിരുത്തി. അങ്ങനെ പയ്യൻ്റെ വീട്ടുകാർ പെൺകുട്ടിയോടും പെൺകുട്ടിയുടെ വീട്ടുകാരുമോടൊക്കെ സംസാരിച്ചു. അതിനുശേഷം ഇനി ചെറുക്കനും പെണ്ണിനുമൊക്കെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അവർ തമ്മിൽ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും കൂടി സംസാരിക്കുവാനായി വിട്ടു. അങ്ങനെ പയ്യൻ പെൺകുട്ടിയോട് പേരെന്താണെന്ന് ചോദിച്ചു. പെൺകുട്ടി പേര് പറഞ്ഞു. പയ്യനോട് പെൺകുട്ടി ചോദിച്ചു, ആ വീട്ടിൽ വേസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ആ പയ്യൻ പറഞ്ഞു ഇല്ല എന്നുള്ളത്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചു. തിരികെ വന്നവിടെ ഇരുന്നു. അങ്ങനെ ഒരു 2 മിനിറ്റ് ഇരുന്നതും എന്നാൽ നമ്മൾക്ക് ഇറങ്ങിയല്ലേ എന്ന് ചോദിച്ചു പോയവർ. എന്ന് ശരി ഇറങ്ങാം എന്ന് പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. ഇറങ്ങി നടക്കുന്നതിനിടയിൽ ആ പയ്യൻ്റെ സുഹൃത്ത് ചോദിച്ചു, പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടോ എന്ന്. ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോഴും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. നീ എന്താണ് പെൺകുട്ടിയോട് ചോദിച്ചതെന്ന് സുഹൃത്ത് ചോദിച്ചപ്പോൾ ഞാൻ പേരെന്താണെന്ന് ചോദിച്ചോ. പെൺകുട്ടി പേര് പറഞ്ഞു. പിന്നെ പെൺകുട്ടി എന്നോട് ചോദിച്ചു, ആ വീട്ടിൽ വേസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഇല്ല എന്ന്. അങ്ങനെ ചോദിച്ചോ പെൺകുട്ടി എന്ന് പയ്യൻ്റെ സുഹൃത്ത് ചോദിച്ചു. ചോദിച്ചു, അതിനെന്താ? എൻ്റെ വീട്ടിൽ വേസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് പെൺകുട്ടി നിൻ്റെ അച്ഛനോ അമ്മയോ അവരുടെ പ്രായമായ അമ്മമാരോ ഉണ്ടോ എന്നാണ്. ഓഹോ, അങ്ങനെയാണോ പെൺകുട്ടി ഉദ്ദേശിച്ചത്? എന്നാൽ ഇത് ഞാൻ അവിടെ നിന്ന് അറിയുവാണെങ്കിൽ അവളുടെ മുഖത്ത് നോക്കിയിട്ട് നിന്നെ എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാകും എന്ന് പയ്യൻ പറഞ്ഞു. ഇനി എനിക്ക് ആ ഒരു കുട്ടിയെ വേണ്ട. ഇങ്ങനെയുള്ള കുട്ടിയെ എനിക്ക് വിവാഹം കഴിക്കുവാനായി താല്പര്യമില്ല. ഇത് നമ്മൾക്ക് ഇവിടെ വെച്ച് നിർത്താം എന്നും പറഞ്ഞു ആ പയ്യൻ. അപ്പോൾ ഇത്തരത്തിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളും ചോദിക്കുന്ന പെൺകുട്ടികളും ഉണ്ടെങ്കിൽ ഒന്ന് ഓർക്കുക, നിങ്ങളും ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ ഈ വന്ന വ്യക്തിയോട് ഇങ്ങനെ ചോദിച്ചത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെന്നും ഇതേപോലെ ആരോഗ്യത്തോടെയും സൗന്ദര്യത്തോടെയും ഇരിക്കില്ല. നമ്മളും നാളെ വേസ്റ്റാണ് ആകാൻ പോകുന്നതെന്ന് ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. എന്നും മുല്ലപ്പൂവും ചൂടി നെറ്റിയിൽ പൊട്ടും തൊട്ട് കണ്ണെഴുതി സുന്ദരിയും സുശീലയുമായി നടക്കുവാൻ നമ്മൾക്കാർക്കും കഴിയില്ല. നമ്മളൊക്കെ പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരങ്ങളെല്ലാം ചുക്കിച്ചുളുങ്ങിക്കൊണ്ട് ചുളിവുകളൊക്കെ വീണ് നടക്കാനും എടുക്കാനുമെല്ലാം ബുദ്ധിമുട്ടുകളുമെല്ലാം അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ വന്നെന്ന് വരും. അതൊക്കെ ഈ ചോദിക്കുന്ന പെൺകുട്ടികൾ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇനിയെങ്കിലും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ അവരൊന്ന് ഓർക്കുക, നാളെ നമ്മളും ഈ അവസ്ഥയിലൊക്കെ എത്തേണ്ടവരാണെന്നുള്ളത്. അതിനാൽ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾ ഓരോരുത്തരും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചോദിക്കാതിരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്യാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതിരിക്കുക സുഹൃത്തുക്കളെ. നിങ്ങളുടെ സപ്പോർട്ടും പ്രോത്സാഹനവുമാണ് എൻ്റെ എനർജി. എനിക്ക് പുതിയ പുതിയ വീഡിയോസുകൾ ഇടുവാനായിട്ടുള്ള എനർജി തരുന്നത് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവുമാണ്. അതിനാൽ നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക സുഹൃത്തുക്കളെ. ഓക്കെ, ബൈ ബൈ.